ഹലോ ഫ്രണ്ട്സ്, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കാലിയായിട്ടുള്ള ഒരു അത്തറിൻ്റെ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സിമ്പിളായിട്ടൊരു പെയിൻറ്റിങ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ബോട്ടിൽ ചെയ്യുന്നത് കുറച്ച് ചെടിയും അതുപോലെ തന്നെ അതിൽ കുറച്ച് ഫ്ലവേഴ്സും ബഡ്സൊക്കെ നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 0 സൈസിലുള്ള പോയിൻറ്റഡ് ബ്രഷാണ് കേട്ടോ. എന്നിട്ട് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് സ്റ്റെംസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിന് പകരം നമുക്ക് സാഗ് ഗ്രീനോ അല്ലെങ്കിൽ ലൈറ്റ് കളറിലുള്ള ഗ്രീനോ ചൂസ് ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ 3 കളേഴ്സും മിക്സ് ചെയ്തിട്ട് അതും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഒന്നിടവിട്ടുള്ള സ്റ്റെംസിന് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും സാഗ് ഗ്രീനൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഫ്ലവേഴ്സ് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 5 പെറ്റൽസ് ഉള്ള ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ഫ്ലവേഴ്സാണ് ഇതുപോലെ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലവർ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയെടുക്കാം. ഈ ഒരു വർക്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് ഗ്ലാസ് ബോട്ടിലോട്ട് ചെടികളും പൂക്കളൊക്കെ വരച്ചു കൊടുക്കുകയാണ്. അതിന് പകരമായിട്ട് ബേസായിട്ട് ഏതെങ്കിലും കളറ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ പെയിൻറ്റ് ചെയ്യാം കേട്ടോ. ലൈറ്റായിട്ടുള്ള സ്കൈ ബ്ലൂ അതുപോലെ വൈറ്റ് ബേസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ബേസ് കളറൊന്നും കൊടുക്കാതെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതുപോലെ മെയിൻ പ്ലാന്റിൽ എല്ലാ ഫ്ലവേഴ്സും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇതുപോലെ യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ റെഡ് കളറിൽ സെൻറ്ററിലേക്ക് ഒരു യെല്ലോ കളർ വരുമ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും കേട്ടോ നമ്മുടെ വർക്ക്. വൈറ്റ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡൻ യെല്ലോ കളറാണ് കേട്ടോ. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ചെറിയ പ്ലാന്റ്സിന് ഇതുപോലെ പെറ്റൽസ് ആയിട്ട് കൊടുക്കുന്നില്ല, പകരം ചെറിയൊരു ഡോട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് യെല്ലോ കളർ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ വലിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തതിൻ്റെ സെൻറ്ററിലേക്ക് ജസ്റ്റ് റെഡ് കളർ ഒന്ന് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബോട്ടിൽ വർക്ക്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊച്ചു കൂട്ടുകാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽസ് എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ അത് കളയാതെ ഇതുപോലുള്ള കുട്ടി കുട്ടി ആർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ ഗ്ലാസ്സിലും ഗ്ലാസ് ഇല്ലാതെ OHP ഷീറ്റിലും ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽ ആർട്ട് പെയിൻറ്റിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്